ഡാർക്ക് ട്രാക്കിംഗ് മാമിന്റെ ലൈഫിൽ എങ്ങനെ ഉണ്ടായിരുന്നു ആ ഒരു ഡാർക്ക് ട്രാക്കിംഗ് ഫിലിമിൽ എക്സ്പീരിയൻസ്? ആദ്യം തന്നെ പറയട്ടെ, ഒരുപാട് പ്രതീക്ഷയുള്ള ഒരു സിനിമയാണ്. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇതുവരെ ചെയ്തതൊക്കെ അമ്മ അല്ലെങ്കിൽ പെങ്ങള് അങ്ങനെയൊക്കെയുള്ള ഒരു പാവപ്പെട്ട അങ്ങനെയൊക്കെ നിൽക്കുന്ന ഒരു വേഷമാണ്. പക്ഷെ ഇതിൽ അസല് വില്ലത്തിയ എന്നങ്ങനെ ആക്കി ശ്രീകുമാർ വില്ലത്തിയാക്കി മാറ്റി. അതുകൊണ്ട് ഒരുപാട് പ്രതീക്ഷയുണ്ട്. നമ്മൾ ചെയ്തതിൽ നിന്നും വ്യത്യസ്തമായിട്ടൊരു വേഷമായതുകൊണ്ട്. വില്ലത്തിയാണ് വില്ലത്തിയാണ് ശരിക്കും നല്ലൊരു പ്രതീക്ഷിക്കാം. സസ്പെൻസ് ആയ ഒരു വില്ലത്തി. അതെ തീർച്ചയായും. മാമിന്റെ ബാക്കിയുള്ള സിനിമകളൊക്കെ എങ്ങനെയായിരുന്നു? ആദ്യമായിട്ട് അഭിനയിച്ച സിനിമ ആദ്യമായിട്ട് ചെയ്തത് കുടുക്ക്, ബിലഹരി സാറിന്റെ. ഓക്കെ. പിന്നെ ജാനകി ജാനെ, അനീഷ് ബാർസന സാറ്, അത് ജോണി ആന്റണി ചേട്ടന്റെ വൈഫായിട്ട്, നവ്യ നായർ ഒക്കെ ആയിട്ട് നല്ലൊരു വേഷം ത്രൂ ഔട്ട് ഉണ്ട്. പിന്നെ ചെയ്തത് പണി, ജോയി ചേട്ടന്റെ, അതില് വേലക്കാരിയായിട്ട്. തൃശ്ശൂർ ഫിലിമായിരുന്നു. അതെ പണി. പിന്നെ ജാനകി ജാനെ, പണി, എൻ്റെ അമ്മ കുറച്ചുണ്ട് പെട്ടെന്നിങ്ങനെ വന്നിരിക്കുമ്പോഴേ പറയാറ്. അങ്ങനത്തെ ഉള്ള നമ്മുടെ സിനിമകളിൽ നിന്ന് വാഴ ഫസ്റ്റ് അതില് നായകന്റെ ഉമ്മയായിട്ട്. ഓക്കെ. ഇപ്പൊ മാർത്താണ്ഡൻ സാറിന്റെ ഓട്ടം തുള്ളല് നല്ലൊരു ക്യാരക്ടർ ചെയ്തിട്ടിരിക്കുക. ഓക്കെ. പിന്നെ ഡാർക്ക് ട്രാക്കിംഗ് ഉണ്ട്, ക്രൈസി ഫാമിലി, അങ്ങനെ ഒരുപിടി പടങ്ങള്. നല്ല എക്സ്പെക്ടിങ് തന്നെയാണ് നമുക്ക് ഇതുവരെ ചെയ്തിട്ടുള്ള റോളിനെ അപേക്ഷിച്ച്. സത്യം മാറ്റം വന്നിട്ടുണ്ട്. മാറ്റം എല്ലാത്തിലും പാവാണ്. പാവമ്മ അല്ലെങ്കിൽ ഒരു ചേച്ചി അല്ലെങ്കിൽ എടുത്തിയമ്മ, അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് എനിക്ക് എന്നെ തന്നെ ദേഷ്യം. അതെ 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 അതെ. അല്ലെങ്കിൽ ഇങ്ങനെ നായകന്റെ പിന്നിലൊക്കെ ഒതുങ്ങി അല്ലെങ്കിൽ ചേടത്തൊക്കെ ആയിട്ട് ഇങ്ങനെ നിക്കണത്. പക്ഷെ ഇതിൽ അങ്ങനെയല്ല. അല്ല, ശരിക്കും ആളെ ഒന്ന് മാറ്റി ഈ വേഷം നമുക്ക് എങ്ങനെ ജയിപ്പിച്ചെത്താം. സംബന്ധിച്ചൊരു പുതിയൊരു എക്സ്പീരിയൻസിംഗ് കൂടെയാണ്. സത്യം. ഇപ്പൊ ഞാനൊരു സിനിമ ചെയ്തിട്ടുണ്ട് ധ്യാനിന്റെ കൂടെ, കിടുക്കാച്ചെളിയൻ. അതില് ജാഫർ ഇടിക്കുന്നുണ്ടല്ലോ സാറിന്റെ പെങ്ങളായിട്ട്, ത്രൂ ഔട്ട് ക്യാരക്ടറാ. അത് നല്ലൊരു വേഷം തന്നെയാണ് ചെയ്തിട്ടുള്ളത്. അപ്പൊ ഒരുപാട് പ്രതീക്ഷകളുള്ളൊരു വേഷം കൂടി നമ്മുടെ ഇതും എത്തി. അപ്പൊ ഇനി നമ്മൾ ചിന്തിക്കും, ഇത് വില്ലത്തി വേണോ? എനിക്കതല്ല, രണ്ടിലും തമ്മിലുള്ള വ്യത്യാസങ്ങൾ ഒരുപാട് വ്യത്യാസം ഉണ്ടായിരുന്നു. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നന്നായി ചെയ്യാനുണ്ടായി. പിന്നെ എനിക്കൊരു ഭയങ്കര ടെൻഷൻ ഉണ്ടായി, എന്നെ കൊണ്ട് അത് ചെയ്ത് ഫലിപ്പിക്കാൻ പറ്റുമോ എന്നുള്ളത്. കാരണം ഞാൻ ചെയ്തിട്ടില്ലല്ലോ ഇങ്ങനെയൊന്നും. കുറച്ച് ചെയ്തിട്ടുണ്ടെങ്കിലും ഇത്രയ്ക്ക് അങ്ങോട്ട് ബോൾഡായിട്ട് അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ ഒരു വേണ്ട കഥയിലേക്ക് പോകണില്ലേ. അപ്പൊ ഡയറക്ടർക്ക് ഭയങ്കര ഒരു വിശ്വാസം. പുള്ളിയുടെ കൂടെ ഒരു സിനിമ ഞാൻ മുമ്പ് ചെയ്തിട്ടുണ്ട്, മിസ്റ്റർ ബംഗാളി, നമ്മുടെ അരിസ്റ്റോ സുരേഷ് ഏട്ടനും ഞാനൊക്കെ ആയിട്ട്. അപ്പോൾ അതിൽ അത്യാവശ്യമുള്ള ക്രൂസ് തന്നെയാണ് നമുക്ക് ഇതിൽ സത്യം. സുരേഷ് ഏട്ടൻ, ശ്രീമാരേട്ടൻ, ചേച്ചി എല്ലാം ഒരുപോലെ കുറെ പേര് ഇങ്ങോട്ട്. അതെ. അപ്പൊ ഒരു സ്നേഹബന്ധം ഉണ്ട് അതിന്റെ ഇടയ്ക്ക്. അതുകൂടി ഉള്ളതുകൊണ്ട് നമുക്ക് കുറച്ചും കൂടെ കൂളായിട്ട് ചെയ്യാൻ. നല്ലൊരു സിനിമ വന്നപ്പോ നമ്മളെ മറന്നില്ലേ, ഓർത്ത് വെച്ച് വിളിച്ചു. അതും ഭയങ്കര ഒരു സന്തോഷമാണ്. കാരണം 1 വർഷം 1.5 വർഷത്തിലേറെ ആയിരുന്നു അത് കഴിഞ്ഞിട്ട്. അപ്പൊ അതും ഒരു 25-ലെ പടമാണ്. അപ്പൊ ഇത്രയും ഗ്യാപ്പിട്ട് പിന്നെ നമ്മളെ ഓർത്ത് വിളിച്ചപ്പോ അതും അത് ഇത്രയും നല്ലൊരു വേഷം തന്നേല് അതാണ്. എന്തായാലും ഒരു അത്യാവശ്യം ദിവസങ്ങൾ തന്നെ ഉണ്ടായിരുന്നു അല്ലേ? ഇപ്പൊ തൃശ്ശൂരിന്ന് ഇവിടെ പത്തനംതിട്ട സ്റ്റേ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് ഏറ്റവും മനോഹരമായിരുന്നു. നമുക്കൊരു വീടാണ് തന്നിരുന്നത്. മറ്റേതൊക്കെ നമുക്ക് ഇങ്ങനെ ഹോട്ടൽ അങ്ങനെയുള്ള സംഭവങ്ങളല്ലേ. ഇത് നമ്മൾക്ക് വീട് ശരിക്കും അങ്ങനെ മാറി നിന്നൊരു ഇതില്ല. എല്ലാവരും ഒരു കൂട്ടായ്മ എല്ലാം കൊണ്ടും അങ്ങനെ. ആ വില്ലത്തി ശരിക്കും പ്രേക്ഷകരുടെ ഉള്ളിലേക്ക് ആ വില്ലത്തിയായിട്ട് തന്നെ കേറട്ടെ. എനിക്ക് പേടിയുണ്ട് കണ്ടിട്ട് എന്താ പറയാന്നുള്ളത്. ഇല്ല, നമുക്കൊരു നെഗറ്റീവ് റോളുകൾ എന്ന് പറയുമ്പോൾ ആളുകളിലേക്ക് സ്പാർക്ക് ചെയ്യിക്കാനായിട്ട് സത്യം കുറച്ച് നാച്ചുറൽ ആയിട്ട് നമുക്ക് ചെയ്യാം. എനിക്ക് തന്നെ എന്നോട് ദേഷ്യം തോന്നിയേ, അത്ര കോറായിട്ടുണ്ട്. അതിന് കാണുമ്പോ അറിയാം എന്താവും എന്നുള്ളത്. എല്ലാരും പ്രേക്ഷകർ വെയിറ്റിംഗിലാണ്. നല്ലൊരു റോള് തന്നെ ചെയ്തു വെച്ചു. ആ റോളിന്റെ ഔട്ട്പുട്ട് എന്തായാലും നമ്മൾ പ്രതീക്ഷിക്കുന്നതിൽ അപ്പുറത്തേക്ക് തന്നെ നമ്മളെയും കൂടി അവര് സ്വീകരിക്കണം. അതെ, നമ്മളത് ചെയ്തിട്ടുണ്ട്. ബാക്കി പ്രേക്ഷകരുടെ കയ്യില് എന്തായാലും നല്ല വിജയങ്ങൾ തന്നെ എത്തട്ടെ. ആ വില്ലത്തിനെ ഇനി സ്വീകരിക്കട്ടെ. ഇനിയും വെറൈറ്റികളായ റോൾസ് തന്നെ എത്താനായിട്ട്. താങ്ക് യു. ഞങ്ങളെ പോലെ ഒരു കലാകാരന്മാർക്ക് ഇതല്ലേ, ഈ സപ്പോർട്ടല്ലേ ഏറ്റവും വേണ്ടത്. തീർച്ചയായിട്ടും അതെന്തായാലും ഉണ്ടാവുക തന്നെ ചെയ്യും. പ്രേക്ഷകരിൽ നിന്ന് കിട്ടട്ടെ എന്ന് ആശംസിക്കുന്നു. താങ്ക് യു. ഓക്കെ.